വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന 2026 അക്കാഡമിക് ഇയറിലോട്ടുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് കൃത്യമായിട്ട് വീഡിയോ കാണുവാൻ ഉറപ്പെടുന്നതാണ്. പക്ഷേ നമുക്ക് പോകുന്നതിന് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ്. അതായത് ഹയർ സെക്കൻഡറി ലെവലിലോട്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഫ്രഷ് സ്കോളർഷിപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു വിജ്ഞാപനം നമുക്ക് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുന്ന പേജിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ കേരളത്തിലെ സർവകലാശാലയോട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളും ബിരുദ കോഴ്സുകളിൽ 2025-26 അധ്യയന വർഷം ഒന്നാം വർഷ എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 1000 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി 28 വരെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ, അത് കേരളത്തിലെ ഒട്ടുമിക്ക ആർട്സ് സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് നിങ്ങളുടെ കോഴ്സ് എയ്ഡഡ് കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാം വർഷം ബിരുദ വിദ്യാർത്ഥികൾക്ക് 4 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക്. അതായത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ SC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ സയൻസ്, അതേപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ വിഷയങ്ങളും ജസ്റ്റ് പാസ്സായാൽ മതി. ഇനി SC വിഭാഗത്തിൽപ്പെട്ടവരാണ് 55% മാർക്കോടെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി, അതേപോലെ ഫിസിക്കലി ചാലഞ്ചഡ് ആണെങ്കിൽ 45%, BPL OBC വിഭാഗക്കാരാണെങ്കിൽ സയൻസ് 60%, ഹ്യൂമാനിറ്റീസ് 51%, ബിസിനസ് സ്റ്റഡീസ് നോർമലി ഏകദേശം ജസ്റ്റ് ഒരു മിനിമം പാസ് മാർക്ക് തന്നെയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആവശ്യമായിട്ടുള്ളത്. ഇനി എത്രയാണ് സ്കോളർഷിപ്പ് തുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് 12,000 രൂപ, രണ്ടാം വർഷം 18,000, മൂന്നാം വർഷം 24,000, നാലാം വർഷം 40,000 രൂപ. മാത്രമല്ല അതിനുശേഷം നിങ്ങൾ PG തുടർച്ചയായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്നാം വർഷം വീണ്ടും 40,000, രണ്ടാം വർഷം 60,000 വരെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. അതേപോലെ SC വിഭാഗത്തിൽപ്പെട്ടവർ 10%, BPL 10%, OBC 27%, ഫിസിക്കലി ചാലഞ്ചഡ് 3%, പൊതുവിഭാഗം 50%. അപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലൊപ്പം അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് ഹോം പേജിൽ വന്ന് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗിൻ ID, അതായത് നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രൊഫൈൽ പേജിൽ നിങ്ങൾ വീണ്ടും വന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളുടെ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം. അതായത് നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ താഴെ പറയുന്ന കോപ്പിയും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് വേണ്ടത്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ, അതായത് അപേക്ഷ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ, സിഗ്നേച്ചർ, ബാങ്ക് പാസ്ബുക്ക്, SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, അതേപോലെ CBSE ആണെങ്കിൽ CBSE ICC സ്കീമുകളിലെ വിദ്യാർത്ഥികൾ നേറ്റിവിറ്റി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനി അതുവരെ SC ST വിഭാഗത്തിൽപ്പെട്ടവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST വിഭാഗത്തിൽപ്പെട്ടവർ ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇനി BPL സർട്ടിഫിക്കറ്റ്, OBC ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപേക്ഷ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സുകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ പറയുന്ന ഡേറ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫെബ്രുവരി 28 നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ ഫെബ്രുവരി 28 നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുത്തിരിക. അതുപോലെ രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ സ്ഥാപന മേധാവിക്ക്, നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ കൈവശം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ച് 10 വരെയാണ്. അതിനുശേഷം സ്ഥാപന മേധാവികൾ ഓൺലൈൻ മുഖേന വെരിഫിക്കേഷൻ അപ്രൂവൽ പൂർത്തിയാക്കുന്ന ഡേറ്റ് മാർച്ച് 25 വരെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോക്കിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു scholarship.kshec.kerala.gov.in ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു 3 ലൈൻ കാണിച്ചത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
രജിസ്റ്റർ ഓർ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫസ്റ്റ് പൂർത്തീകരിക്കാം. ഇവിടെ നിങ്ങൾ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾക്ക് അതിൽ പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം കൂടി നിങ്ങൾ വന്ന് സ്റ്റുഡൻറ്റ് ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സുകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ കോളേജിൽ നിന്ന് സബ്മിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000 വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഇൻഫർമേഷനുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകൾ. പുതിയൊരു സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. തൽക്കാലം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.